Hey guys, welcome back to our channel. So welcome back to another movie review, guys. Actually, ഇതൊരു മൂവി റിവ്യൂ ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ മൂവി റിവ്യൂ തന്നെയാണ്. പക്ഷേ എനിക്ക് ഈ മൂവിയെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം അത്രയ്ക്കും നല്ല ബഹുകേമമായിട്ടുള്ളൊരു പടമാണ്. എനിവേ എന്തായാലും പറയാൻ കേസ്. അപ്പം ഇന്നസെന്റ് എന്ന് പറയുന്ന മൂവി അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. സതീഷ് തൻവി എന്ന് പറയുന്ന ആളാണ് പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന കാസ്റ്റ് എന്ന് പറയുമ്പം അൽതാഫ് സലീം, ജോമോൻ ജോദർ, അനാർക്കലി മരക്കാർ, കിളിപ്പോള്, അസീസ്, അന്ന പ്രസാദ്, പിന്നെ മിഥുൻ രമേശ്, ലക്ഷ്മി സഞ്ജു, അങ്ങനെ കുറച്ചധികം ആൾക്കാർ. അതായത് ലോട്ട്സ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. പിന്നെ ഈ മറ്റേ സീരിയൽ പ്രോഗ്രാംസ് ഒക്കെ ഇല്ലേ, തട്ടിയും പൊട്ടിയും അല്ലെങ്കിൽ മറിമായം, ഇതേപോലുള്ള പരിപാടികളൊക്കെ ഇതിനകത്തുള്ള ആൾക്കാരെല്ലാം ഇതിനകത്തുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ അഭിനയിച്ച ഒരു 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 ബോറ് പടവിടെ ഒരു ബോറ് പടം ഒരു ബോറ് പടം സംഭവം. ഇത് ഒരു എന്താ പറയാ, എന്തൊക്കെയാ അവർ പറയാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിച്ചതെന്നൊന്നും ഒരൈഡിയ ഇല്ല. ഇതിനകത്ത് അൽതാഫ് സലീം ചെയ്ത ക്യാരക്ടറിന് ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ ആ സിറ്റുവേഷൻ കുറച്ചധികം വൈറലാവുന്നുണ്ട്. ദെൻ പുള്ളി അത് എന്താ പറയുക, സിസ്റ്റം ശരിയല്ല അല്ലെങ്കിൽ സിസ്റ്റം കുറച്ചൊക്കെ മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പുള്ളി നടത്തുന്ന ഒരു പോരാട്ടമൊന്നും പറയാൻ പറ്റൂലടി. അപ്പം അങ്ങനെ ഇതൊക്കെ പറഞ്ഞു പോകുന്ന ഒരു പടം. അയ്യോ ഒരു പടം. ജോമോൻ ജോദറാണെങ്കിൽ അൽത്താഫിൻ്റെ കസിനായിട്ടാണ് ഇതിനകത്ത്. പിന്നെ അനാർക്കലി ഇതിനകത്തൊരു ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, അങ്ങനെ എന്തോ ഒരു ജോലിയാണ്. പിന്നെ അസീസ് ആണെന്നുണ്ടെങ്കിൽ ചേട്ടനായിട്ടാണ് അൽത്താഫിൻ്റെ. ദെൻ മിഥുനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ എന്താ പറയുക കൊളീഗ്സ്. അൽത്താഫ് ആണെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. പുള്ളിക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അൽത്താഫിൻ്റെ ജോലിയിൽ നിന്ന് പുള്ളിക്ക് ആ ഒരു സസ്പെൻഷൻ കിട്ടുന്നുണ്ട്. പുള്ളിയുടെ കല്യാണം മുടങ്ങുന്നു. അപ്പോൾ ഈ കല്യാണം ഉറപ്പിച്ചിരുന്നത് അന്ന പ്രസാദ് ചെയ്യുന്ന ക്യാരക്ടറുമായിട്ടാണ്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്നതൊക്കെ. സംഭവം അതായത് പുള്ളി ഇച്ചിരി OCD ഉള്ള ഒരാളാണ് ഇതിനകത്ത്. അപ്പം പുള്ളിക്കാരൻ ഒരിടത്തുനിന്ന് വരുന്ന വഴിക്ക് പുള്ളിക്കാരൻ്റെ ഈ OCD കാരണം കുറച്ചധികം കാര്യങ്ങളൊക്കെ നടന്ന് ദെൻ അത് കഴിഞ്ഞിട്ട് ഒരിടത്ത് പോകുന്നു. അവിടെ ഉണ്ടാകുന്ന ഒരു സംഭവം, അത് ഈ ഒരാൾ ഷൂട്ട് ചെയ്ത് അത് കുറച്ച് വൈറലാവുന്നുണ്ട്. ദെൻ അത് സംബന്ധിച്ചുണ്ടാകുന്ന കുറേ കോൺസിക്വൻസും കാര്യങ്ങളും. ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അതായത് അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നും പോയി ഇഷ്ടം പോലെ ആർട്ടിസ്റ്റുകളുടെ ഈ ഒരു കളി ഇതിനകത്ത് സുജിത് ഭക്തന്റെ ഗസ്റ്റ് റോളൊക്കെ ഉണ്ട്. മറ്റേ പുള്ളിയില്ലേ, എന്താ കിളിപ്പോൾ, മറ്റേ മലയാളമൊക്കെ പറയുന്ന ഒരു ആഫ്രിക്കക്കാരനോ ഇവിടെ എന്തോ ഉള്ള ഒരാള്. അപ്പോൾ ആ പുള്ളി ഉണ്ട് ഇതിനകത്ത്. പുള്ളിയുടെ ലാസ്റ്റ് ഗസ്റ്റ് അപ്പിയറൻസ്, ഏറ്റവും ലാസ്റ്റ്, അതായത് പടത്തിന്റെ പേരൊക്കെ എഴുതി കാണിച്ചിട്ടാണ് പുള്ളിയെ കാണിക്കുന്നത്. അതായത് നമ്മൾ മറ്റേ മാർവലിലൊക്കെ മൂവി വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ, ടൈറ്റിൽ എഴുതി കാണിച്ച് ലാസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പോലെ പുള്ളിയെ കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം, പുള്ളിയുടെ ഗസ്റ്റ് അപ്പിയറൻസ് കാണാൻ വേണ്ടിയിട്ടൊക്കെ. സീരിയസ്ലി എനിക്ക് ഈ പടം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും വർക്കായില്ല. വെറുതെ അവർ എടുത്തു വെച്ചൊരു പടം, അത്രേ ഉള്ളൂ ഈ പടം. ഇതിനകത്ത് പാട്ടുകളായിക്കോട്ടെ, ആക്ടിങ് ആയിക്കോട്ടെ, ഇതിനകത്ത് സ്റ്റോറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവരുടെ ഡയലോഗ് പ്രസന്റേഷൻ ആയിക്കോട്ടെ, ഒന്നിൽ നിന്നും ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. വെറുതെ കണ്ടിരിക്കുക അത്രയേ ഉള്ളൂ. സോ അതാണ് ഒരു എന്താ പറയുക, കുറേ നാൾക്ക് ശേഷം ഒരു ബോറ് പടം കണ്ട്. അതാണ് ഇന്നസെന്റ് എന്ന് പറയുന്ന ഒരു മൂവി. ഇന്നസെന്റ് എന്ന് വെച്ചാൽ പുള്ളി ഇതിനകത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല, പുള്ളി നിഷ്കളങ്കനാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ ഭാഗത്ത് ഒരു പ്രശ്നവും ഇല്ല. അതാണ് ആ ഒരു ടൈറ്റിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. സോ യെസ് കേസ്, അപ്പോൾ അതാണ് ഇന്നസെന്റ് എന്ന് പറയുന്ന മൂവി. ഞാൻ പറഞ്ഞില്ല, കുറേ നാൾക്ക് ശേഷം ഒരു ബോറ് പടം കണ്ടു. ഇനി ഇതിൻ്റെ ഹാങ് ഓവർന്ന് മാറണമെന്നുണ്ടെങ്കിൽ അത് നല്ല മൂവി കാണണം, നല്ല ശരിയാവത്തുള്ളൂ. സോ താല്പര്യമുള്ളവരൊക്കെ പോയി കാണുക. പത്രമടി ബൈ.